ക്യാൻസറിനെതിരെയുള്ള യുദ്ധത്തിൽ വജ്രായുധവുമായി റഷ്യ. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ റഷ്യ വികസിപ്പിച്ച എൻഡറോമിക്സ് വാക്സിൻ മനുഷ്യരിലെ ആദ്യ പരീക്ഷണം വിജയം. ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ FMBI മേധാവി വെറോണിക്ക സ്കോട്സോവയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. എൻഡറോമിക്സ് വാക്സിൻ പരീക്ഷിച്ച രോഗികളിലെ അർബുദമുഴകൾ ചുരുങ്ങിയതായും ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായില്ലെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു. റഷ്യയുടെ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെന്ററും എംഗൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലർ ബയോളജിയും ചേർന്നാണ് വാക്സിൻ വികസിപ്പിച്ചത്. COVID-19 വാക്സിനുകൾക്ക് സമാനമായ mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വാക്സിൻ വികസിപ്പിച്ചതെന്ന് ഗവേഷകർ പറയുന്നു. 48 കൊളോറക്ടൽ ക്യാൻസർ രോഗികളെ പങ്കെടുപ്പിച്ചായിരുന്നു ആദ്യഘട്ട പരീക്ഷണം. തുടർ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ അർബുദ ചികിത്സയിൽ വൻ പ്രതീക്ഷകൾ തുറന്നുവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ വ്യക്തിയുടെയും അർബുദമുഴയുടെ ജനിതക ഘടനയെ അടിസ്ഥാനമാക്കിയാണ് എൻഡറോമിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നതത്രേ. അതായത് ഓരോ വാക്സിനും ഒരു വ്യക്തിയുടെ ട്യൂമറിന്റെ ജനിതക ഘടനയെ അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ആരോഗ്യമുള്ള കോശങ്ങളെ സ്പർശിക്കാതെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയും. കീമോതെറാപ്പി പോലുള്ള പരമ്പരാഗത ചികിത്സകൾക്ക് സുരക്ഷിതവും ഫലപ്രദവുമായ ബദൽ. വർഷങ്ങളുടെ ഗവേഷണത്തിലൂടെയാണ് വാക്സിൻ വികസിപ്പിച്ചത്. 3 വർഷത്തെ നിർബന്ധിത പ്രീ ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് പൊതുയിടത്തിൽ നേട്ടം പരസ്യപ്പെടുത്തിയതെന്ന് വെറോണിക്ക സ്കോട്സോ പറയുന്നു. അമേരിക്ക, UK തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ലോകത്തിപ്പോൾ 120-ലധികം ക്യാൻസർ വാക്സിനുകളുടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ശ്വാസകോശം, സ്തനങ്ങൾ, പ്രോസ്റ്റേറ്റ്, മെലനോമ, പാൻക്രിയാസ്, തലച്ചോറ് എന്നിവയുടെ ക്യാൻസറുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ അവയൊന്നും ഇതുവരെ വിജയം കണ്ടിരുന്നില്ല. വൻകുടൽ ക്യാൻസർ അഥവാ കൊളാറക്ടൽ ക്യാൻസറാണ് പ്രാഥമിക ശ്രദ്ധാകേന്ദ്രമെങ്കിലും ബ്രെയിൻ ട്യൂമറായ ഗ്ലിയോബ്ലാസ്റ്റോമയ്ക്കും സ്കിൻ ക്യാൻസറായ മെലനോമയ്ക്കും വേണ്ടിയുള്ള പതിപ്പുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സ്കോട്സോ കൂട്ടിച്ചേർത്തു. വാക്സിൻ ഇപ്പോൾ റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. വാക്സിൻ പൂർണ്ണ വിജയമാവുകയാണെങ്കിൽ ആരോഗ്യരംഗത്ത് സൃഷ്ടിക്കാൻ പോകുന്ന വിപ്ലവം ചില്ലറയല്ല. 2022 കണക്കനുസരിച്ച് ലോകത്ത് ക്യാൻസർ മൂലം ഏകദേശം 9.7 ദശലക്ഷം ആളുകൾ മരണപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടത്തിൽ എൻഡറോമിക്സ് ഒരു പ്രധാന നാഴികക്കല്ലായി മാറുമെന്നതിൽ സംശയമില്ല.